ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒന്നുമല്ല ഗായ്സ്, ഗീവ് അവേ ആണ്. ഗീവ് എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഇതിലാണ് എനിക്ക് ഞാൻ എല്ലാ സാധനവും കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചൊക്കെ തന്നിട്ടും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതും ആദ്യമായിട്ടാണ് ഗീവ് ഞാൻ ചെയ്യുന്നത്. ഗീവ് എന്ന് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗീവയുടെ ഐറ്റംസ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 സബിൻ്റെ ഗീവ് ആണ്. പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ബാക്ക് ടു സ്കൂൾ സപ്ലൈസും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ഗീവ് ഐറ്റംസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരെണ്ണം മാത്രം ആ കവായ് സ്റ്റിക്കർ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മേടിച്ച് തന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവായ് സ്റ്റിക്കർ ഫുള്ളല്ല, ഞാനൊരു ഹാഫായിട്ട് ഒരെണ്ണം ഞാനിങ്ങനെ മുറിച്ചിരുന്നു. എന്താ അങ്ങനെ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല കാര്യം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ 100 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഒരു 500 സബ് ആകുമ്പോൾ നമുക്ക് അടുത്ത ഗീവ് ചെയ്യാം. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഒരു റൂൾസൊക്കെ കാര്യങ്ങളിലേക്കൊക്കെ പറയാം. ആദ്യമേ എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം. അതെല്ലാവരും പറയാനുള്ള കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഗീവയുടെ വിന്നറിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇത് ഉദ്ദേശിച്ച് ഞാൻ പറയുകയാണ്. ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങളാണ് വിന്നർ എന്നുണ്ടെങ്കിൽ വിന്നർ ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, പിന്നെ അടുത്ത ആളെ ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ സെക്കൻഡായിട്ട് വരുന്നത്, എൻ്റെ വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ തന്നെ ആകണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വീഡിയോ ആയാലും ഷോർട്സ് ആയാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. മൂന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി വരാൻ പോകുന്ന വീഡിയോസും ഇപ്പോൾ വന്നിട്ടുള്ള വീഡിയോസും എല്ലാം ലൈക്കും കമൻറ്റ് ചെയ്യുക. എന്നാലും ഞാൻ പറഞ്ഞാണ് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഈച്ച കിടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ഈ ഈച്ച വരുന്നത്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ആൻഡ് ഇനി അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാനലിലുള്ള ഗീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമല്ലോ. ഉറപ്പായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. കമൻറ്റിലൂടെയാണ് നമ്മുടെ വിന്നറെ അനൗൺസ് ചെയ്യുന്നത്. എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ മറന്നിട്ടില്ല. നമ്മുടെ ഗീവ് അവേയിൽ വിന്നറായിട്ട് ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇനി നമ്മുടെ ചാനലിൽ വലുതായി വരുന്നതോളം നമ്മൾ ആൾക്കാരെ കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 പേര് 10 പേര് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളങ്ങനെ ആക്കിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂൾസൊക്കെ ഉള്ളത്. ചില ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വന്നിരുന്ന് കമൻറ്റൊക്കെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. കാര്യം ഇത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബറിന് കൊടുക്കുകയാണ്. അപ്പോൾ വേറൊരാൾക്കാർക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ എനിക്ക് ഇതില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റൂൾസായിട്ട് വരുന്നത്. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി നിങ്ങൾ ഇതൊക്കെ ഇരുന്നങ്ങോട്ട് കാണും. ഇനി അടുത്ത ഗീവ് വരുന്നത് 500 ആണ്. അപ്പോൾ 500 സബ് നിങ്ങളാക്കി തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടിപൊളി ഗീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള സപ്ലൈസൊക്കെ കുറച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ഗീവ് കൊണ്ട് നടത്താം. അപ്പം നമ്മുടെ ഗീവയുടെ ഐറ്റംസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം തന്നെ നമ്മുടെ ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി ഇത്രയുള്ള എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഗീവ് അങ്ങോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളാണെങ്കിലും ആ ഗീവയുടെ വിന്നർ. പിന്നെ ഇതേപോലെ ട്രിങ്കറ്റ് ഡിഷും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗീവ് എൻഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ 7-നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ എല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ശരി, ബൈ.